നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ഈ ഒരു ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാം, കറണ്ട് ട്രെൻഡിനെ കുറിച്ചും നിഫ്റ്റിയിലും കറണ്ട് ഒരു ട്രെൻഡിനെ കുറിച്ചും നിഫ്റ്റിയിലും ഈ കറണ്ട് ഒരു മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നതിനായിട്ട് മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. നിഫ്റ്റിയിൽ നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 19,750-800 റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആണ് നൽകിയിരുന്നത്. തുടക്കത്തിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഓപ്പൺ ചെയ്ത ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും കാരണം ഇതൊരു സപ്പോർട്ട് ലെവലാണ്. അതായത് 19,730, 740. അപ്പൊ 740 ഒരു മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം 800 സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കുക, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 19,730 താഴത്തേക്ക് ഒരു ജസ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു വീക്ക്നെസ്, അതായത് പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യത പോലും നമുക്ക് ഇൻട്രാഡേയിൽ ലഭിക്കുക. അപ്പോൾ 730 ഹോൾഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ശ്രദ്ധിക്കുക, 730 ഹോൾഡ് ചെയ്തുകൊണ്ട് 740 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ സെന്റിമെന്റ് എന്ന് പറയുന്നുണ്ട്. അതായത് തൊട്ടടുത്താണ് നമ്മൾ ആ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയിരുന്നത്. അപ്പൊ അതിനുശേഷം ഈ ഒരു ക്യാൻഡിലിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് വരാനായിട്ട് സാധിച്ചിരുന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ്. 19,780 ബ്രേക്ക് ചെയ്തു, 800 ബ്രേക്ക് ചെയ്തു. അപ്പൊ 800 ബ്രേക്ക് ചെയ്തതിന് ശേഷം നോക്കുക, ഈ ഒരു ലെവലിന്റെ താഴത്തേക്കായാലും 800ന്റെ താഴത്തേക്കായാലും, അതായത് 800 ബ്രേക്ക് ചെയ്ത ആ ഒരു ക്യാൻഡിലിന്റെ താഴത്തേക്കായാലും നിഫ്റ്റി വന്നിരുന്നില്ല. ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയായിരുന്നു. അവസാനത്തെ ഒരു സെക്ഷൻ വരെ പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെയായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിലായാലും ഈ ഒരു കറന്റ് ട്രെൻഡ് എന്താണ്? കറന്റ് ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ അത് നമുക്കൊരു പൊസിഷനിൽ നമുക്കൊരു ബൈ എടുത്ത് നമുക്കത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിഫ്റ്റിയിലും ഈ ഒരു പോസിറ്റീവ് മൊമെന്റ് കഴിഞ്ഞ ദിവസത്തെ ഒരു പോസിറ്റീവ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇവിടെ നിന്നാണ് ആ ഒരു പോസിറ്റീവ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4, 5, 6 കഴിഞ്ഞ 6 ദിവസമായിട്ടും തുടർച്ചയായിട്ടുള്ള ഒരു ബൈ ക്യാൻഡിൽ മാത്രമാണ് നിഫ്റ്റിയിലായാലും ഫോം ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലും നിഫ്റ്റിയിൽ വരാതെയുള്ള ഒരു മൂവ്മെന്റ് ആണ്. പക്ഷേ ഈ ഒരു ട്രെൻഡ് പോസിറ്റീവ് ആണ് എന്ന് കരുതി നമുക്കൊരു ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിന്റെ ഈ ഒരു ട്രെൻഡിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 19,600 ആ ഒരു റേഞ്ചിലാണ് അതിന്റെ ഒരു സ്റ്റോപ്പ് ലോസ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 800ന്റെ മുകളിൽ നിലനിന്നാലും നമുക്കൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. അതാണ് ശരിക്കും ആ ഒരു റിസ്ക് റിവാർഡിൽ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി. നമുക്ക് ഇൻ കേസ് ലോവർ ലെവലിൽ നല്ലൊരു സപ്പോർട്ടിൽ കിട്ടുമ്പോഴാണ് നിഫ്റ്റിയിലും ഇനി ആ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ കൃത്യമായിട്ട് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ഫോളോ ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള വലിയൊരു മൂവ്മെന്റുകൾ കിട്ടും. അപ്പൊ ഇങ്ങനത്തെയും വലിയൊരു അവസരങ്ങളായാലും അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ആ ഒരു വലിയൊരു മൂവ്മെന്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. 500ന്റെ താഴത്തേക്ക് വന്നതിന് ശേഷം 500ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത നമ്മൾ ആ ഒരു ബൈ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് അത്. അപ്പൊ അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഒരു സിറ്റുവേഷൻസ് കിട്ടും. ആ ഒരു സമയത്ത് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇതൊരു റൈറ്റ് ഒരു ഏരിയ അല്ല, ബൈ എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഏരിയ അല്ല. പോസിറ്റീവ് ആണ്, പക്ഷേ ട്രെൻഡ് പോസിറ്റീവ് ആണ്. അപ്പൊ വരും ദിവസങ്ങളിലായാലും ഈ ഒരു ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന 19,800 സപ്പോർട്ട് തന്നെയാണ്. 19,800 ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ നിഫ്റ്റിയിലും ഇപ്പോഴത്തെ ഈ ഒരു ക്ലോസിംഗ് റേഞ്ചിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 19,800 കാണുന്നത്. അപ്പൊ 800 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 800 ഹോൾഡ് ചെയ്താലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി അല്ല, 842ന്റെ മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ സെന്റിമെന്റിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 842ന്റെ മുകളിലാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവലിൽ വേറെ നമുക്കൊരു പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവൽ നൽകാനില്ല. ഈ ഒരു ലെവലിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് പൊസിഷൻസ് ഹോൾഡിങ്ങിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. നമുക്കൊരു ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് ലെവലുകൾ ഇപ്പൊ നൽകി കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ഇൻ കേസ് 19,842 ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ 800 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 19,000
19,775 ലോവർ ലെവൽ സപ്പോർട്ട്. അതിനുശേഷം 19,745 സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് ഇൻ കേസ് 745 താഴത്തേക്ക് വന്നാലും ഇൻ കേസ് 700 730 ഹോൾഡ് ചെയ്തായാലും ലോവർ ലെവൽ സപ്പോർട്ട് വേറെ പ്രത്യേകിച്ച് നൽകുന്നില്ല. 745 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രം ബൈ സെന്റിമെന്റിൽ ഇതിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ വീണ്ടും ബൈ സെന്റിമെന്റിലേക്ക് ഇൻട്രാഡേയിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് സാധ്യത. ബൈയുടെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുക. റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് അപ്പോൾ ഈ ഒരു ഏരിയ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻട്രാഡേയിൽ മാത്രം ഈ ഒരു ഏരിയ മാനേജ് ചെയ്യുക. ചോപ്പി മൂവ്മെന്റുകൾ മാർക്കറ്റിൽ വരാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നോക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് 44,900 ആണ്. പക്ഷെ 44,900 താഴത്തേക്ക് ബ്രേക്ക് ചെയ്തെങ്കിലും ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആയെങ്കിലും അത് തിരിച്ച് കയറിയിരുന്നു. തിരിച്ച് 45,050 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിരുന്നു. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോഴായാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ അനുസരിച്ച് ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോഴായാലും നമ്മൾ വീഡിയോസിൽ നൽകിയിരുന്നു, പ്രത്യേകം പറഞ്ഞിരുന്നു എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തത്. ജസ്റ്റ് ആ ഒരു സിംഗിൾ ക്യാനിൽ തന്നെ ആ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന് മൊമെന്റ് ഉണ്ടായിരിക്കില്ല. അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിലേക്ക് നിലനിൽക്കാതിരിക്കുക. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ 45,050 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഇതൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് റൈറ്റ് ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി. അതിനുശേഷം ശ്രദ്ധിക്കുക ആ ഒരു ക്യാൻഡിഡേറ്റ് താഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാതെ ഒരു പോസിറ്റീവ് അപ്പ് മൂവ്മെന്റ് ആണ്. ബാങ്ക് നിഫ്റ്റി എക്സാക്ട് ആയിട്ട് റൈറ്റ് ഒരു പോസിറ്റീവ് മൊമെന്റം നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ അത് കിട്ടിയിരുന്നു. 45,316 വരെ ബാങ്ക് നിഫ്റ്റി ഹൈ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നത് 45,110. അപ്പോൾ 45,110 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിക്കും. അതിനുശേഷം ആയാലും 44,800 900 ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 44,900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലാണ് ഞാൻ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ 44,900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ബൈസിന്റെ വിലയിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 45,110 ഒരു മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. 44,235 അടുത്തേക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കാതെ വീണ്ടും താഴത്തേക്ക് ഒരു ഫാൾ വന്നാലാണ് മാർക്കറ്റിൽ സെൽ ആക്റ്റീവ് ആകുക. 44,230 മുകളിലാണെങ്കിൽ ബൈസിന്റെ വിലയാണ്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാൻ 44,400 അടുത്ത റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.